നമസ്കാരം. സഞ്ജു സാംസണിന് ശേഷം ഒരു മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ ദേശീയ തലത്തിലേക്ക് എത്തുന്നു. കേരള ക്രിക്കറ്റ് അണ്ടർ 19 ക്യാപ്റ്റൻ മാനവ് കൃഷ്ണയാണ് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയ്ക്കുള്ള അണ്ടർ 19 ടീമിൽ ഇടം പിടിച്ചത്. തിരുവനന്തപുരം സ്വദേശി മാനവിനെ ശ്രദ്ധേയമാക്കുന്നത് കൂറ്റനടിക്കുള്ള മികവും വേഗമേറിയ സ്റ്റംപിങ്ങും തന്നെയാണ്. എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ, എല്ലാവരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ എത്താൻ പലർക്കും സാധിക്കാറില്ല. എന്നാൽ സഞ്ജുവിനെ പോലെ മലയാളികളെ അഭിമാനത്തിലെത്തിക്കാൻ ചില താരങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നതും മലയാളികളെ ലോകമെമ്പാടുമുള്ളവർ വാഴ്ത്തുന്നതും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. മലയാളികൾക്കൊന്നും തന്നെ അങ്ങ് അറ്റം വരെ എത്താൻ സാധിക്കില്ല എന്നും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റർമാരുടെ ഇടയിൽ പേരെടുത്തറിയാൻ പോലും പോകുന്നില്ല എന്നതും പലരും പറയുന്നൊരു കാര്യമാണ്. കടുത്ത ധോണി ഫാനാണ് മാനവ് കൃഷ്ണ. സഞ്ജു സാംസനെ പോലെ ഏറെ പ്രത്യേകതകളുണ്ട് മാനവിന്റെ ക്രിക്കറ്റ് ഇന്നിംഗ്സിലും. കളിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് പഠനവും താമസവും മാറ്റിയതും ഡൽഹിയിൽ ക്രിക്കറ്റ് കരിയറിന് തുടക്കം കുറിച്ച മാനവ് 13-ാം വയസ്സിലാണ് കേരളത്തിലേക്ക് എത്തുന്നത്. യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മാനവ് കൃഷ്ണയെ വെടിക്കെട്ട് ബാറ്റിംഗും വിക്കറ്റിന് പിന്നിലെ മിന്നൽ പ്രകടനങ്ങളുമായാണ് ദേശീയ ടീമിലെത്തിച്ചത്. കഴിഞ്ഞ അണ്ടർ 19 സീസണിൽ മാത്രം 592 റൺസ് അടിച്ചുകൂട്ടിയ താരം കൂച്ച് ബെഹാർ ട്രോഫിയിൽ തുടരെ 2 മത്സരങ്ങളിൽ സെഞ്ചുറിയും നേടിയിരുന്നു. സൗരാഷ്ട്രയ്ക്കെതിരെ 189 റൺസും ഹൈദരാബാദിനെതിരെ 144 റൺസുമാണ് മാനവ് നേടിയത്. തിരുവനന്തപുരം സ്വദേശി ഉണ്ണികൃഷ്ണന്റെയും അനിതയുടെയും മകനായ മാനവ് 2025 കേരള ക്രിക്കറ്റ് ലീഗ് പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിൽ ഒരാളായി മാനവ്. 2026 ജനുവരിയിൽ ഗോവയ്ക്കെതിരായ മത്സരത്തിലൂടെ രഞ്ജി ട്രോഫി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചതും വളരെയധികം തന്നെ എല്ലാവരും വിമർശിക്കുകയും അതുപോലെ തന്നെ പ്രശംസിക്കുകയും ചെയ്തൊരു കാര്യമായി മാറിയിരുന്നു. ഒമാൻ സന്ദർശിച്ച കേരള ടീമിലും മാനവ് ഇടം പിടിച്ചിരുന്നതായി തന്നെ ചിത്രങ്ങളും വാർത്തയും വന്നപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി മാറിയിട്ടുണ്ടായിരുന്നു. സഹോദരൻ മാധവ് കൃഷ്ണയും കേരളത്തിന്റെ അണ്ടർ 19 ടീമിലെ അംഗമാണ് ഷൈൻസ് ക്രിക്കറ്റ് അക്കാദമിയുടെ താരം മാനവ്. ഇന്ത്യ-അയർലൻഡ് T20 പരമ്പരയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ. അയർലൻഡിനെതിരെ 2 T20 മത്സരങ്ങളുടെ പരമ്പരയാണ് ഇന്ത്യ കളിക്കുക. ജൂൺ 26-നാണ് ആദ്യ മത്സരം നടക്കുന്നത്. രണ്ടാം മത്സരം ജൂൺ 28-നും അരങ്ങേറും. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യ T20 പരമ്പര കൂടിയാണിത്. IPL ശേഷം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ഇന്ത്യക്കായി കളത്തിലിറങ്ങുന്ന പരമ്പര കൂടിയാണിത്. ഇങ്ങനെ മലയാളികളെ അഭിമാനിപ്പിക്കാൻ തന്നെ മാനവനും സാധിക്കട്ടെ. സഞ്ജുവിനെ പോലെ തന്നെ ഒരുപാട് റണ്ണുകൾ വാരിക്കൂട്ടാനും ലോകമെമ്പാടുമുള്ള കളിക്കാർക്കൊക്കെ തന്നെ പറയാൻ പറ്റുന്ന പേരായി മാനവിന്റെ പേരും മാറട്ടെ. ഇതാണ് മലയാളികളും ആഗ്രഹിക്കുന്നത്.